ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി നമ്മളെ ബൈക്ക് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് കുളത്തൂർ കഴക്കൂട്ടം റോഡിൽ ടർഫ് കഫേൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന മാഗ്നസ് ഓട്ടോ പാർക്കിലാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്പോട്ടാണിത്. ഇവിടെ ബൈക്ക് വാഷൊക്കെ നോർമൽ റേറ്റ് വരുന്നത് 149 ആണ്. പ്രീവിയസ്ലി 99 ആയിരുന്നു. ഇപ്പോൾ അത് അവർ പ്രൈസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ 149 ആണ് നോർമൽ വാഷിന് വരുന്നത്. സോ നമ്മുടെ വാഷിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സർവീസ് എങ്ങനെ ഉണ്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു വെള്ളമടിച്ച് വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മൊത്തത്തിൽ അടിഭാഗത്തും മോൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചളിയെല്ലാം അടിച്ച് കളഞ്ഞ് ഫുള്ള് മൊത്തം വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഓൾമോസ്റ്റ് 1 മന്തായി ഞാൻ ബൈക്ക് വാഷിന് കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ ബൈക്കിൽ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിമ്മ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഗ്രീസും കാര്യങ്ങളൊക്കെ പിടിച്ച് നല്ല മൊത്തത്തിൽ ഡേർട്ടി ആയിട്ടുള്ളത്. കഴക്കൂട്ടം ഭാഗത്ത് ഞാൻ വേറെ സ്ഥലത്ത് ഇതേപോലെ ബൈക്ക് വാഷിന് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഡ്യൂക്ക് ആയതുകൊണ്ട് തന്നെ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇവിടെ പെഡോക്ക് സ്റ്റാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പെഡോക്ക് സ്റ്റാൻഡ് ഇല്ലാണ്ട് വേറെ സ്ഥലത്തു നിന്നൊക്കെ വാഷ് ചെയ്യുമ്പോൾ അവർ ഈ സ്റ്റാൻഡിൽ തന്നെ ചെരിച്ച് വെച്ചിട്ട് അവർ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു നമ്മളെ സൈഡ് സ്റ്റാൻഡ് ബ്രേക്ക് ആവാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. സോ ഇവിടെ ആ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ അത്യാവശ്യം നല്ല കെയറൊക്കെ ചെയ്ത് തന്നെയാണ് വണ്ടി വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്. ഞാൻ പിന്നെ അവരോട് ആവശ്യപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ മീറ്ററിലേക്ക് അധികം വെള്ളം ഫോഴ്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവർ ശ്രദ്ധിച്ചിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയാനുള്ളത് വെച്ചാൽ ഈ ഫോമിങ് സ്റ്റേജാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളെ സ്റ്റേജിൽ വെള്ളമടിച്ച് ഫുൾ നമ്മൾ ഡേട്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഇതേപോലെ ഫോമും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഫോമും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അവരൊന്ന് വെച്ച് റെഡിയായി കഴിഞ്ഞാൽ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് എല്ലാ ഭാഗവും നല്ലോണം ഉരച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ എപ്പോൾ ബൈക്ക് ഇതേപോലെ വാഷിന് വന്നാലും നല്ല തിരക്കായിരിക്കും. പക്ഷേ ഇന്ന് സൺഡേ ഞാൻ ഒരു ആഫ്റ്റർനൂൺ ടൈമാണ് വന്നത്. അതുകൊണ്ട് തന്നെ തിരക്കില്ല. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം 2 പേര് നമ്മളെ ബൈക്കിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മാക്സിമം എല്ലാ സ്ഥലത്തും നല്ലോണം ഉരച്ച് വൃത്തിയാക്കുന്നുണ്ട്. ചളിയെല്ലാം ഇളക്കി നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പെഡോക്ക് സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇതില്ലാത്തൊരു കേസാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് അവർ ഒന്നും കൂടി ഒരു ലെയർ കൂടിയും ഫോം ബൈക്കിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ബൈക്ക് വാഷെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ അവർ സിംഗിൾ ലെയർ മാത്രമേ ഫോം അപ്ലൈ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവർ കാര്യമായിട്ട് തന്നെ അവർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സെക്കൻഡ് ലെയർ ഫോമിങ് അടിച്ച് പിന്നെ അവർ ഇതേപോലെ തന്നെ ഫുള്ള് കാര്യങ്ങൾ റിപ്പ് ചെയ്ത് ഡേട്ടും കാര്യങ്ങളൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം എല്ലാ ഭാഗവും അവർ കവർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും നല്ല സർവീസ് തന്നെയാണ് അവർ ചെയ്യുന്നത്. കാരണം ഒരു 149 റുപ്പീസിന് അവർ നല്ലൊരു
എഫേർട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ ഫൈനൽ ലെയർ ഫോമിങ്ങും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ അടുത്ത 4th സ്റ്റെപ്പായിട്ട് നമ്മൾ ഫോമിങ്ങും കാര്യങ്ങളൊക്കെ ഫൈനലി അടിച്ചതിന് ശേഷം ഇവരൊന്നുകൂടി ഇതേപോലെ വാട്ടർ സ്പ്രേ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. കംപ്ലീറ്റ് വാഷ് ചെയ്ത് കളയുന്നുണ്ട്, ഫുൾ ഡേർട്ടും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ. അങ്ങനെ നമ്മൾ വാഷിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്താനായി. ഓൾമോസ്റ്റ് നല്ല എന്താ പറയുക, നല്ല വൃത്തിയായിട്ടുണ്ട്. കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അപ്പോൾ ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി നല്ല രീതിയിലല്ല ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കിട്ടും. തിരക്കാണെങ്കിൽ മാത്രമേ കുറച്ച് ടൈം എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ അവർ നല്ല സ്പീഡിൽ തന്നെ നല്ലോണം കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സർവീസ് തന്നെയാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 minutes ആയിട്ടുള്ളൂ. ഇതൊക്കെ തന്നെ ബൈക്കിൻ്റെ വാഷ് ഓൾമോസ്റ്റ് ഒരു ഹാഫ് കംപ്ലീറ്റ് ആയി. ഇനി വാഷിങ്ങെല്ലാം കഴിഞ്ഞ് അവർ ബാക്കി ഡ്രൈ ക്ലോത്ത് കൊണ്ട് മൊത്തം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആവും. സോ അങ്ങനെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഫിനിഷായി. ഇനി അടുത്ത ഫൈനൽ 2 സ്റ്റെപ്പ് എന്ന് പറയാനുള്ള, ഇപ്പോൾ വണ്ടി ഫുള്ള് വെറ്റാണല്ലോ. ഇപ്പോൾ എയർ പ്രഷർ യൂസ് ചെയ്ത് ബാക്കി നമ്മൾ കംപ്ലീറ്റ് ഇതേപോലെ വെറ്റ് കാര്യങ്ങളൊക്കെ കളഞ്ഞ് നീറ്റാക്കി പിന്നെ ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് മൊത്തം തുടച്ച് വൃത്തിയാക്കിയാൽ നമ്മളെ ഫൈനൽ ടച്ചിങ്ങും പരിപാടിയും കൂടി കഴിയും. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് കംപ്ലീറ്റ്ലി നമ്മളെ ബൈക്ക് മൊത്തം തുടച്ച് കുട്ടപ്പനാക്കി എടുക്കുകയാണ്. ഇതോടുകൂടി നമ്മളെ വാഷിങ് അവസാനത്തിലേക്ക് എത്തി, ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു 10 minutes എടുത്തിട്ടുള്ളൂ. ഒരു 10 minutes കൊണ്ട് തന്നെ നമ്മൾ ബൈക്ക് മൊത്തത്തിൽ അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല സർവീസ് തന്നെയാണ്. സ്റ്റാഫിൻ്റെ ബിഹേവിയർ ആണെങ്കിലും നല്ല ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ കെയർ ചെയ്ത് തന്നെയാണ് വണ്ടി മൊത്തം നോക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു 149-150 rupees വെച്ച് പറയുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സർവീസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങളെ ബൈക്കോ കാറോ ഇതേപോലെ വാഷിനെല്ലാം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു പ്ലേസ് തന്നെയായിരിക്കും മാഗ്നസ് ഓട്ടോ പാർക്ക്. അവരുടെ ഒരു നല്ലൊരു കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നല്ലൊരു സർവീസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളെ വണ്ടിയെല്ലാം വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരിക. എന്തായാലും നിങ്ങളെ നിരാശപ്പെടില്ല, അത് ഞാൻ ഗ്യാരണ്ടി.
അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഷോപ്പ് മാഗ്നസ് ഓട്ടോ പാർക്ക്. ഇവിടെ കാർ ഡീറ്റെയിലിങ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ കാറിനെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 399, പിന്നെ XUV ആണെങ്കിൽ 599 അങ്ങനെ റേറ്റ്. അപ്പോൾ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടർഫ് കഫേൻ്റെ ഓപ്പോസിറ്റ്, അതല്ലെങ്കിൽ പിസ്സ ഹബിൻ്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ KL14 മെൻസ് ക്ലബിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.